വീണ്ടും ജില്ലകളുടെ പൊതു സാഹചര്യത്തിലേക്ക് ഒന്ന് പോകുമ്പോൾ നമ്മൾ പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറത്തെ പൊതു സാഹചര്യം പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, മലപ്പുറം ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി ഏറെ നഷ്ടങ്ങളുണ്ടാകുന്ന ജില്ലയാണ്. UDFിൻ്റെ കോട്ടയാണ്, ലീഗിൻ്റെ കോട്ടയാണ്. പക്ഷേ മലപ്പുറത്ത് ഇത്തവണ CPMൻ്റെ കണക്കുകൂട്ടൽ ഇങ്ങനെയാണ്. അവിടെ 2 സീറ്റുകളിലാണ്, അതായത് പൊന്നാനിയും തവനൂരുമാണ് ഇത്തവണ 2 സീറ്റുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷ CPMന് പൊതുവിൽ ഇടതുമുന്നണി നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം തിരൂരിൽ V. അബ്ദുറഹ്മാൻ കടുത്ത മത്സരം നേരിട്ടിട്ടുണ്ട്. അവിടെ ജയത്തിൻ്റെ കാര്യത്തിൽ CPM കേന്ദ്രങ്ങൾ ഉറപ്പുവെക്കുന്നില്ല. LDFിന് 3-ലേറെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് അവിടുത്തെ ജില്ലാ നേതൃത്വം തന്നെ അവകാശപ്പെടുന്നത്. നമുക്ക് ആ ജില്ലാ സെക്രട്ടറി വാക്കുകൾ നോക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മികവാർന്ന ജനവിധി ഉണ്ടാകും. മലപ്പുറം ജില്ലയ്ക്കകത്ത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടിംഗ് ശതമാനത്തിൽ നല്ല രൂപത്തിലുള്ള വർധനവ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 3-ലധികം വരുന്ന സീറ്റുകളിലേക്ക് ജയിച്ചു കയറാൻ പറ്റും എന്നുള്ളതാണ് ഇടതുപക്ഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ. ആകെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെ വലതുപക്ഷത്തിന് രാഷ്ട്രീയമായി നല്ല സ്വാധീനമുള്ളതാണ്. സാധാരണഗതിയിൽ ഏതാനും ചില മണ്ഡലങ്ങൾ ഒഴികെ അവർക്കൊരു ഈസി വാക്കവറാണ് പൊതുവിലുണ്ടാവാറ്. ഇന്ന് വ്യത്യസ്തമായി വ്യാജപ്രചരണങ്ങൾ ഇറക്കിയും നല്ല രൂപത്തിൽ അതത് മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ടും നന്നായി വേർത്തിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നല്ല വിഷയമാണ്. ചില നേതാക്കന്മാർ തന്നെ സ്ഥിരമായി ഉള്ള കൂടുമാറി മറ്റ് ഭാഗങ്ങളിലേക്ക് ചേക്കേറിയതെല്ലാം ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് അത് തന്നെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ വിജയം. യെസ്, ഇതാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ അവകാശവാദം. CV അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, CPMന് ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷയൊന്നും ഉള്ള ജില്ലയല്ല മലപ്പുറം. മലപ്പുറത്ത് ഇത്തവണ തൂത്തുവാരുമെന്ന UDFിൻ്റെ പ്രതീക്ഷകൾക്ക് ഇടയിലാണ് 3 സീറ്റുകൾ വിജയിക്കുമെന്ന CPMൻ്റെ കണക്ക് വരുന്നത്. എത്ര കണ്ട് വസ്തുതകളുമായി ചേർന്ന് പോകുന്നതാണ് ഈ കണക്കെടുപ്പ്? തവനൂരും ഒപ്പം പൊന്നാനിയൊക്കെ നിലനിർത്താൻ കഴിയുമെന്നത് അത്ര സുരക്ഷിതമായ ആലോചനയാണോ? CPMൻ്റെ വലിയൊരു പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് പൊന്നാനിയും മറ്റൊന്ന് തവനൂരുമാണ്. തിരൂരിൽ അവർക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമില്ലാത്തൊരു UDFിൻ്റെ മണ്ഡലമാണ്. അവിടെ ക്രോസ് വോട്ട് ഉണ്ടായാൽ മാത്രമേ വിജയിക്കാൻ കഴിയൂവെന്ന് CPM തന്നെ സമ്മതിക്കുന്നുണ്ട്. പൊന്നാനിയിലേക്ക് വരികയാണെങ്കിൽ പൊന്നാനിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ CPMനുള്ളിൽ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ഇതിനെതിരെ MK സക്കീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അവിടുത്തെ മുതിർന്ന നേതാവായ ജില്ലാ സെക്രട്ടറി അംഗമായ TM സിദ്ദിഖ് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാത്തതിലാണ് അണികളുടെ ഒരു പ്രതിഷേധം ഉണ്ടായത്. അദ്ദേഹം പ്രചരണത്തിനിടെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും അതൊക്കെ തന്നെ അവിടെ വലിയ ചർച്ചയാവുകയും ചെയ്ത സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ തന്നെയും അവിടെ ഇടതുപക്ഷത്തിൻ്റെ ആ തീരദേശത്തെ വോട്ടുകൾ അല്പം ചോർന്നാലും UDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ പെരുമ്പടപ്പ് മുതലായ മേഖലകളിൽ MK സക്കീറിൻ്റെ സ്വാധീനത്തിൽ രാഷ്ട്രീയേതര വോട്ടുകൾ, അതോടൊപ്പം UDF വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നൊരു കണക്കുകൂട്ടലാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് 5000 വോട്ടിനെങ്കിലും അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ പൊന്നാനിയിൽ വിജയിച്ചു കയറാമെന്ന കണക്കുകൂട്ടൽ അവർക്കുണ്ട്. കാരണം ക്ലീൻ ഇമേജ് ഉള്ളൊരു സ്ഥാനാർത്ഥിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് വ്യക്തിബന്ധങ്ങളുണ്ട്, സാമുദായികമായിട്ട് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തീരദേശത്ത് ആ മേഖലയിൽ, അതായത് പൊന്നാനി നഗരസഭയിലും വെളിയങ്കോടും ഒക്കെ നഷ്ടമാകുന്ന വോട്ടുകൾ അത് മറുവശത്ത് തിരിച്ചു പിടിക്കാം UDFിൽ നിന്ന് എന്നൊരു കണക്കൂട്ടലാണ് പൊന്നാനിയിൽ LDF വെച്ച് പുലർത്തുന്നത്. തവനൂരിലേക്ക് വരികയാണെങ്കിൽ കടുത്ത മത്സരം നടന്നിട്ടുണ്ട്. അവിടെ KT ജലീലിന് മുൻപൊന്നുമില്ലാത്ത രീതിയിൽ വെല്ലുവിളി VS ജോയി ഉയർത്തിയിട്ടുണ്ട്. നമുക്കറിയാം, KT ജലീലിൻ്റെ ആദ്യ ഒരു പരാമർശം രാജിവെക്കുകയാണ്, ഇനി പാർട്ടിയായിട്ട് ബന്ധമൊന്നുമില്ല എന്നുള്ള പരാമർശമൊക്കെ വലിയ തോതിൽ അവിടെ തിരിച്ചടി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. പാർട്ടിയിലെ വലിയ ഒരു വിഭാഗം പ്രവർത്തകർ മുഴുവൻ സമയവും പ്രചരണത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലൊക്കെയാണ് വിമർശനം വരുന്നത്. മറുവശത്ത് VS ജോയി, അവിടെ VS ജോയിക്ക് വേണ്ടി മുസ്ലിം ലീഗ് കയ്യും തലയും മുറുക്കി രംഗത്തിറങ്ങി എന്ന് പറയുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം തവനൂരിലുണ്ട്. പൂർണ്ണമായിട്ടും LDFിന് ആത്മവിശ്വാസം പറയാനാകില്ലെങ്കിൽ പോലും ജയിച്ചു കയറാം എന്നൊരു പ്രതീക്ഷ തന്നെയാണ് അവിടെ വെക്കുന്നത്. പക്ഷേ ഇത് രണ്ടും UDFിൻ്റെ വോട്ടുകൾ LDFിലേക്ക് വന്നാൽ മാത്രമേ അവിടെ വിജയിച്ചു കയറൂ. LDFിൻ്റെ വോട്ടുകൾ പൂർണ്ണമായും അവിടെ പെട്ടിയിൽ വീണിട്ടില്ല എന്നൊരു വിലയിരുത്തൽ ഇതിനോടകമുണ്ട്. അപ്പോൾ ആത്മവിശ്വാസത്തിന് പറയാം രണ്ടും ലഭിക്കുമെന്നുള്ളത്. സാഹചര്യങ്ങൾ UDF വോട്ടുകൾ കൂടി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവിടെ രണ്ടിടത്തും LDFിൻ്റെ വിജയ പ്രതീക്ഷകൾ പ്രായോഗിക തലത്തിൽ എത്തുകയുള്ളൂ.
തിരൂരിലേക്ക് വരാൻ നമുക്കറിയാം, തിരൂരിൽ വി അബ്ദുറഹ്മാന്റെ വരവോടെയാണ് അവിടെ വലിയൊരു മത്സരം ഉണ്ടായത്. നാടിളക്കിയുള്ള പ്രചരണമായിരുന്നു. കാഹളങ്ങളും മുഴക്കി വലിയ തോതിൽ ഘോഷം നടത്തി UDFന്റെ വോട്ട് ബാങ്കുകൾ ഭിന്നിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടുള്ള വലിയൊരു പ്രചരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ രണ്ടുപേരുടെ വ്യക്തിത്വങ്ങൾ കൃത്യമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് വോട്ടർമാർ ഈ മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത് UDFന്റെ വിലയിരുത്തൽ. കുറുക്കോളി മൊയ്തീൻ വിവാദങ്ങളിലൊന്നും പെടാത്ത വളരെ 5 വർഷത്തെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള MLA ആണ്. വി അബ്ദുറഹ്മാൻ അങ്ങനെയല്ല എന്നാണ് UDFന്റെ ഒരു അഭിപ്രായം വിലയിരുത്തുന്നത്. പക്ഷേ LDF പറയുന്നത് വി അബ്ദുറഹ്മാൻ നാട്ടുകാരനാണ്, നല്ല ബന്ധങ്ങളുണ്ട്, വികസനം കൊണ്ടുവരും എന്ന തരത്തിൽ തന്നെ LDF പറയുന്നു. അവിടെ UDFന്റെ വോട്ട് വി അബ്ദുറഹ്മാനിലേക്ക് എത്തിയാൽ 6000 വോട്ടിന്റെ മിനിമം വ്യത്യാസമുണ്ട് LDFും UDFും തമ്മിൽ തിരൂരിൽ. ആ വ്യത്യാസം അദ്ദേഹത്തിന് കുറയ്ക്കാൻ കഴിഞ്ഞാൽ അവിടെ തിരൂരിൽ അത്ഭുതം സൃഷ്ടിക്കും. പക്ഷേ പാർട്ടി നിലവിൽ അത് പാർട്ടിയുടെ കണക്കിൽ വെച്ചിട്ടില്ല. അത് ക്രോസ് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ കഴിയൂ എന്ന് പറയുമ്പോൾ മറ്റ് മണ്ഡലങ്ങളിൽ ഒന്നും തന്നെ വലിയ പ്രതീക്ഷകൾ പാർട്ടി വെച്ചു പുലർത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. വേങ്ങരയിലും മങ്കടയിലും പെരിന്തൽമണ്ണയൊക്കെ ശക്തമായ മത്സരം നടന്നെങ്കിലും അതൊന്നും വിജയത്തിനടുത്തെത്താൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്നൊരു വിലയിരുത്തലാണ് LDF നേതൃത്വത്തിനുള്ളത്. സ്വാഭാവികമായിട്ടും UDFനെ സംബന്ധിച്ച് 16 തൂത്തുവാരുമെന്ന് പറയുന്നത് ഒരു പരിധിവരെ അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന സാഹചര്യം തന്നെയാണുള്ളത്. LDFന്റെ പ്രതീക്ഷകൾ തവനൂരിലും പൊന്നാനിയിലും മാത്രമായി അവശേഷിക്കുന്ന സാഹചര്യമാണ് ഈ പോളിംഗിന്റെ ശതമാന കണക്കുകളൊക്കെ വിലയിരുത്തുമ്പോൾ ലഭ്യമാകുന്നത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും മലപ്പുറത്തെ സാഹചര്യം അങ്ങനെയാണ്. മലപ്പുറം പൊതുവിൽ CPM വലിയ പ്രതീക്ഷയുള്ള ഇടമല്ല. ഒരുപക്ഷെ CPMന്റെ ആഭ്യന്തര കണക്കെടുപ്പിൽ പുറമേക്ക് സമ്മതിക്കില്ലെങ്കിൽ കൂടിയും മലപ്പുറത്തൊന്നും കാര്യമായ പ്രതീക്ഷ CPM വെച്ച് പുലർത്തുന്നുണ്ടാവില്ല. കാരണം അത്ര കണ്ട പ്രതികൂല സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് സംസ്ഥാനത്ത് ഇടതുമുന്നണിക്കെതിരെ വർക്കായിരിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഫാക്ടറുകളിലൊന്ന് ന്യൂനപക്ഷ ഏകീകരണമാണ്. ഇടതുപക്ഷ വിരുദ്ധമായ ന്യൂനപക്ഷ ഏകീകരണം അത് ഏറ്റവും പ്രകടമാവുന്ന ജില്ല മലപ്പുറമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കാര്യമായ പ്രതീക്ഷ ഉണ്ടാവേണ്ടതുണ്ടോ എന്ന ചോദ്യം കൂടിയുണ്ട്. ഇനി നമ്മൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.